ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് വള്ളിക്കാട്ടുകാവ് എന്ന് കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു ദേവീക്ഷേത്രമുണ്ട്, നമ്മുടെ കാലിക്കറ്റാണ് കേട്ടോ. കാണാത്തവർക്ക് ഞാൻ കാണിച്ചു തരാം. ഞങ്ങളിപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ വള്ളിക്കാട്ടുകാവിൻ്റെ ഉള്ളിലേക്ക് കയറിയതാണ് കേട്ടോ. സൈഡിലൊരു കുളമൊക്കെ ഉണ്ട്. കയറി പോകുമ്പോൾ ഒരു അരുവി നമുക്ക് കാണാം കേട്ടോ. നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നില്ലേ, സൈഡിലൊരു അരുവി. അപ്പോൾ അതിലൂടെ കുറച്ച് ദൂരം അങ്ങനെ നടക്കണം കേട്ടോ. നടക്കുന്ന സമയത്ത് നിങ്ങളെൻ്റെ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് കേൾക്കുന്നുണ്ടാവും, കിളികളുടെയൊക്കെ ശബ്ദം. അതൊക്കെ അങ്ങോട്ട് കേട്ടിട്ട് കുറച്ച് ദൂരം നടക്കണം. അതിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് വെള്ളമൊക്കെ ഒഴുകി പോകുന്നുണ്ട് കേട്ടോ. വേറൊരു തരം ഫീൽ തന്നെയാണ്. കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് വള്ളികൾ കാണാൻ പറ്റും. വള്ളികൾ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു അമ്പലമാണ് കേട്ടോ. ഞാൻ വിചാരിച്ചത് ഇത് മുകളിലേക്ക് എത്തുമ്പോൾ വള്ളികൾ ഇങ്ങനെ പെണയാണെന്നാണ് കേട്ടോ. അല്ല, ഇത് താഴ്ന്നിട്ടേ ഈ വള്ളികൾ പിണഞ്ഞ രീതിയിലാണ് കേട്ടോ മേലോട്ട് വരുന്നത്. അപ്പം അതൊക്കെ ഞാൻ കണ്ട് കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നു. അപ്പം ഇനി നേരെ നമ്മൾ പോകാൻ പോകുന്നത് നമ്മളെ ക്ഷേത്രത്തിലാണ് കേട്ടോ. അതിനു മുമ്പായിട്ട് ഇവിടെ കുറേ കൂട്ടുകാരന്മാരുണ്ട് കേട്ടോ, കുരങ്ങന്മാരാണ്. അപ്പോൾ നമുക്ക് അതിനൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോകാൻ പറ്റും. നമ്മളെ ഉപദ്രവിക്കൊന്നുമില്ല കേട്ടോ. ഒരുപാട് കുരങ്ങന്മാരുണ്ട് ഇവിടെ. അതിനാണ് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നതാണ് ഇവിടുന്ന് പറഞ്ഞത് കേട്ടോ. ചെന്നപാടെ ഞങ്ങൾ തൊഴുത്ത് ഷീറ്റൊക്കെ ആക്കിയിട്ട് നെയ്വിളക്ക് കൊടുത്തിട്ടോ. ഇവിടെ ഒരുപാട് വഴിപാടുകൾ, അതവിടെ പോയിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് സൗകര്യത്തിന് ഷീറ്റാക്കിയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങളിപ്പോൾ കണ്ടില്ലേ, അതാണ് കേട്ടോ ഇവിടുത്തെ പ്രതിഷ്ഠ. അരുവി ഒഴുകി വരുന്ന അതിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ദേവീൻ്റെ പ്രതിഷ്ഠ. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് വഴിപാട് സമർപ്പിച്ച് നെയ്വിളക്ക് കൊടുത്തിട്ട് വരാം കേട്ടോ. അപ്പം ഞങ്ങൾ നെയ്വിളക്കൊക്കെ കൊളുത്തി നേരെ താഴോട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ അതിന് മുന്നോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കാടിൻ്റെ അന്തരീക്ഷമാണ്. അപ്പോൾ വിചാരിച്ചൊന്ന് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന്. ഓവറായിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഞങ്ങൾ പോയില്ല. കുരങ്ങൊക്കെ ഇറങ്ങി വരുന്ന ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേരത്തെ പോയാലും നമുക്ക് വഴിപാടൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരണമെങ്കിൽ അത്യാവശ്യം ടൈം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഓവർ ഇങ്ങനെ പുലർച്ചെ പോയിട്ടൊന്നും കാര്യമില്ല കേട്ടോ. നമുക്ക് തൊഴുത്ത് വരാനേ പറ്റൂ. അവിടെ പ്രസാദമൊക്കെ ആവണമെങ്കിൽ കുറച്ച് ലേറ്റ് ആവും. അതുകൊണ്ട് ദൂരെ നിന്നുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു 8 മണി 8:30 ആകുമ്പോൾ അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഞങ്ങൾ നേരെ പുറത്തിറങ്ങി വീട്ടിലേക്ക് വന്നിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ ബൈ.